ഹായ്, കീം 2025 ഫൈനൽ ഡേറ്റ്സ് എല്ലാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് ഒക്കെ കിട്ടി, നിങ്ങളുടെ ഡേറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി ഒരു ഫൈനൽ മൊമെന്റിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിച്ച ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യുക, കൂടുതൽ ചോദ്യങ്ങൾ സോൾവ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചാപ്റ്റർ വെയിറ്റേജ് ആണ് അല്ലെ. ചാപ്റ്റർ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ വർഷം 2024 എടുത്തു കഴിഞ്ഞാൽ ഫിസിക്സിൽ ഒരു ഷിഫ്റ്റിൽ 45 ചോദ്യങ്ങൾ വീതമാണ് ഉള്ളത്. അപ്പൊ ഈ 45 ക്വസ്റ്റ്യൻസിൽ ഫിസിക്സിന്റെ +1 +2 എല്ലാം കൂടെ കൂട്ടി എന്താണ് പല രീതിയിൽ വെയിറ്റേജ് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയും തിരിഞ്ഞും വന്നിട്ടുണ്ട്. എന്നാലും ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച ബേസ്ഡ് ഓൺ കീം 2024 കീമിന്റെ ബേസിൽ ഫിസിക്സിൽ ഏത് ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത് എന്നൊന്ന് പറയാം. അപ്പൊ അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൊത്തം 6 ഷിഫ്റ്റുകളാണ്, ദാറ്റ് ഈസ് ഇൻക്ലൂഡിംഗ് ബി-ഫാം. 6 ദിവസങ്ങളായിട്ടാണ് പരീക്ഷ നടന്നത്. അപ്പൊ ഈ 6 ദിവസങ്ങളിലെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ അവിടെയുള്ള ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസിന് എണ്ണ പ്രകാരം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച ചാപ്റ്റേഴ്സ് ആണ് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്റേഴ്സ് പറയുമ്പോഴും ഈ ചാപ്റ്റേഴ്സ് ടോട്ടൽ 6 ഷിഫ്റ്റിന്റെയും ബേസിലായിരിക്കും. അവിടെ ശ്രദ്ധിക്കണം, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത് നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചാൽ ഞെട്ടിപ്പോകും, ന്യൂക്ലിയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ന്യൂക്ലിയർ നിങ്ങൾ മസ്റ്റ് ആയിട്ടും നിങ്ങൾ നോക്കി ചെയ്തു പോകേണ്ടതാണ്. ഒരു 3-4 ചോദ്യങ്ങൾ അല്ലെങ്കിൽ മാക്സിമം ഒരു 2 ചോദ്യങ്ങൾ ഒരു ഷിഫ്റ്റിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് 3 ആകാം. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് കിർച്ചോഫ് ലോന്റെ ബേസിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പവറിന്റെ ബേസിലൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ കറണ്ട് ഇലക്ട്രിസിറ്റി ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഇലക്ട്രോണിക്സ് ആണ്, ദാറ്റ് ഈസ് നിങ്ങൾ പഠിക്കുന്ന അവസാനത്തെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. അതേപോലെ +1 വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ലോസ് ഓഫ് മോഷൻ, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ ആണ്. അതിൽ നിന്നാണ് പ്രത്യേകിച്ച് 1 ഡയമെൻഷൻ എന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ തിരിച്ച് +2 വന്നാൽ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന സെക്ഷനിൽ നിന്ന് പല സെക്ഷൻ അല്ലെങ്കിൽ പല ടോപ്പിക്കുകളിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓരോ ഷിഫ്റ്റിലും ചിലപ്പോൾ 3 ചോദ്യങ്ങളോ അല്ലെങ്കിൽ 2 ചോദ്യങ്ങൾ വെച്ചിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ മൂവിംഗ് ചാർജസ് ഈസ് ഇമ്പോർട്ടന്റ്. പിന്നെ കപ്പാസിറ്ററിന്റെ ചാപ്റ്റർ, ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് 2, കപ്പാസിറ്ററിന്റെ ചാപ്റ്ററും ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാവിറ്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു കാര്യം നോക്കേണ്ടത് കൈനറ്റിക് തിയറി ഡ്യുവൽ നേച്ചർ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ഡ്യുവൽ നേച്ചർ, അതിൽ നിന്നും വളരെയധികം കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെയാണ് റേ ഓപ്റ്റിക്സ് വരുന്നത്. റേ ഓപ്റ്റിക്സ്, വേവ് ഓപ്റ്റിക്സ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, തെർമൽ പ്രോപ്പർട്ടി, വേവ്സ്, ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. പക്ഷെ എന്നാൽ പോലും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നേരത്തെ പറഞ്ഞ പോലെ ന്യൂക്ലിയർ, കറണ്ട് ഇലക്ട്രിസിറ്റി, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ലോസ് ഓഫ് മോഷൻ, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, ഈ ഒരു ഓർഡറിൽ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഓർഡറിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ 45 ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ചാപ്റ്ററിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കൂടുതലും സോളിഡ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചില ഷിഫ്റ്റുകളിലൊന്നും ചോദ്യം ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ അതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാം. പക്ഷെ എന്നാലും ഹൈ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ്, ഞാൻ ഇപ്പൊ പറഞ്ഞ ചാപ്റ്റേഴ്സിൽ എല്ലാ ഷിഫ്റ്റുകളിലും ഒരു 2 or 3 ക്വസ്റ്റ്യൻസ് വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ വേണം നോക്കാൻ. അപ്പൊ ഈ വെയിറ്റേജിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നിങ്ങൾ അവസാന നിമിഷത്തേക്ക് വരുമ്പം സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ചാപ്റ്റേഴ്സ് എന്ന് പറയില്ല, അതുപോലെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ അവിടെ ഏറ്റവും കുറവ് ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷം ചോദിച്ചത് ഈ നേരത്തെ പറഞ്ഞ സോളിഡ്സ് എന്ന ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു. അതേപോലെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്റർ, EMI ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്റർ, ഇങ്ങനെ കുറച്ച് ചാപ്റ്ററുകളിൽ മാത്രമാണ്, ഫ്ലൂയിഡ്സ്, ഇങ്ങനെ കുറച്ച് ചാപ്റ്ററുകളിൽ മാത്രമാണ് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. എന്നാലും നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം പഠിച്ചു പോവുക. പിന്നെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിച്ച രീതിയിൽ അതിന്റെ പ്രധാനപ്പെട്ട ഇക്വേഷൻസിന്റെ ഒക്കെ ബേസിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു 45 സമയം ഇന്റർവെല്ലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കീം എക്സാമിനും ചോദിച്ചിട്ടുള്ളത്. സോ മാക്സിമം PYQs വർക്ക്ഔട്ട് ആക്കുക. ഈ ഒരു രീതിയിൽ തന്നെ ഫോളോ അപ്പ് എടുത്ത് പഠിച്ചു പോവുക. സോ ദിസ് വെയിറ്റേജ് ഈസ് എൻറ്റയർലി ബേസ്ഡ് ഓൺ 2024. കാരണം നമ്മൾ അങ്ങനെ പ്രത്യേകം പറയാനുള്ള റീസൺ ഇത്രയും ഷിഫ്റ്റുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ടാണ്. അതിന്റെ സിമിലർ പാറ്റേൺ ആണ് ഇനി വരാൻ പോകുന്ന പരീക്ഷയും. അപ്പൊ ആ ഒരു പാറ്റേൺ കണ്ടാണ് ശരിക്കും അങ്ങനെ പറഞ്ഞത്. അപ്പം മാക്സിമം ഈ ചാപ്റ്റേഴ്സ് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി ചാപ്റ്റേഴ്സും ഒഴിവാക്കാതെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.